നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്ത്യ അടക്കം ഒട്ടനവധി രാജ്യങ്ങളിൽ നിന്നും തൊഴിൽ അന്വേഷിച്ച് കൃത്യമായി കുടുംബം കെട്ടിപ്പടുക്കാൻ വേണ്ടിയുള്ള പിടാപ്പാടുമായി ബന്ധപ്പെട്ട UAE-യിലെത്തുന്ന ആയിരക്കണക്കിന് പ്രവാസികളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് UAE കടുത്ത നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിലെ തൊഴിലന്വേഷകരെ ധർമ്മസങ്കടത്തിലാഴ്ത്തിക്കൊണ്ട് UAE ഈ മാസം 17 മുതൽ വീസ അനുവദിക്കുന്നത് നിർത്തലാക്കിയിരിക്കുന്നു. നയതന്ത്ര വീസ ഒഴികെ മറ്റെല്ലാ വീസകളും അനുവദിക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു. ഇതിനകം വീസ ലഭിച്ചവർക്ക് ഇത് ബാധകമില്ലെന്നും ഇപ്പോൾ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് അറിയിച്ചിരിക്കുകയാണ്. കോവിഡ് ബാധ UAE മുഴുവൻ പടരാതിരിക്കാനും അതോടൊപ്പം തന്നെ ഇതിൻ്റെ മുൻകരുതൽ എന്ന രീതിയിൽ തന്നെയാണ് ഇത്തരം കർശന നിലപാടെടുത്തിരിക്കുന്നത് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇതോടുകൂടി UAE മുഴുവൻ വീസ നടപടികളും നിർത്തിവെച്ചതായി റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. ഔദ്യോഗികമായി തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. വിവിധതരം വീസകളാണ് സാധാരണയായി നിലവിലുള്ളത്. സന്ദർശക വീസ, ബിസിനസ് വീസ, വിനോദസഞ്ചാരത്തിന് വേണ്ടിയും തൊഴിലിനു വേണ്ടിയും, പിന്നെ 14 ദിവസത്തെ സർവീസിന് വേണ്ടിയും, രോഗികൾക്കും അവരെ അനുഗമിക്കുന്നവർക്കും വേണ്ടിയുള്ള വീസയുണ്ട്. GCC-യിൽ നിന്നുള്ളവർക്ക് ഈ വിസ, ട്രാൻസിറ്റ്, വിദ്യാർത്ഥികൾക്കായിട്ടുള്ള വിസ തുടങ്ങിയ പലതരം വിസകളുണ്ട്. ഇവയ്ക്കെല്ലാം തീരുമാനം ബാധകരമായിരിക്കുന്നു എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. തൊഴിലന്വേഷകരെ ബാധിക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നു. ഇന്ത്യക്കാരടക്കം ലോകത്തിൻ്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ളവരും ജോലി ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ഇന്ത്യക്കാരിൽ മലയാളികളാണ് കൂടുതലും ജോലി ചെയ്യുന്നത്. നിത്യേന ജോലി തേടി 100 കണക്കിന് പേർ ഇന്ത്യയിൽ നിന്നും UAE-യിൽ സാധാരണയായി എത്താറുണ്ട്. ഇവർക്ക് തന്നെയാണ് വലിയ കടുത്ത തോതിലുള്ള നിരാശയുള്ളത്. ഒട്ടേറെ പേർ യാത്രയ്ക്കുള്ള ഒരുക്കത്തിലുമായിരുന്നു. ഇവരെ വീസ നടപടികൾ നിർത്തിവെച്ച കാര്യങ്ങൾ പ്രതികൂലമായി ബാധിക്കും. കൂടാതെ UAE-യിൽ നിലവിലെ സാഹചര്യത്തിൽ ഒരു ജോലി കണ്ടെത്തുക എന്നുള്ളത് പ്രയാസമേറിയ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഒന്നിലേറെ തവണ സന്ദർശക വീസ കാലാവധി നീട്ടിയാണ് പലരും അന്വേഷണം ഉൾപ്പെടെ, അതായത് ജോലി അന്വേഷണം തുടരുന്നത്. ഇനി നിലവിലെ വീസ പുതുക്കി നൽകുമോ എന്ന കാര്യത്തിലും ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി ചെലവഴിച്ച പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നഷ്ടപ്പെട്ടല്ലോ എന്ന ദുഃഖം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. പലരും അവധി ദിവസങ്ങളിൽ കൂടെ ചെലവഴിക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് രക്ഷിതാക്കളെയും ബന്ധുക്കളെയും മറ്റും കൊണ്ടുവരാനുള്ള ഒരു ഒരുക്കത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ COVID-19-നെതിരെയുള്ള സുരക്ഷാ മുൻകരുതലുമായി ബന്ധപ്പെട്ടാണ് UAE എടുത്തിരിക്കുന്ന ഇത്തരം ഒരു കർശന നടപടി. ഇത് താൽക്കാലികമായേക്കാം എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലോക രാജ്യങ്ങളിൽ ഇതൊരു അന്താരാഷ്ട്ര മഹാമാരിയായി പ്രഖ്യാപിച്ചതിൻ്റെ സാഹചര്യത്തിൽ UAE എടുത്തിരിക്കുന്ന ഒരു താൽക്കാലിക ആയിരിക്കാം എന്നുള്ള ഒരു സ്ഥിതി വിവരമാണ് പലരും ഈ രീതിയിൽ തന്നെയാണ് കണക്കൂട്ടുന്നത്. എന്തായാലും ആ കാര്യങ്ങൾ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശത്തെ തുടർന്ന് കൃത്യമായൊരു നിലപാടെടുത്തിരിക്കുകയാണ്. ഇന്ത്യയും UAE-യും COVID-19 ബാധിത രാജ്യങ്ങളോട് ഏത് രീതിയിൽ പെരുമാറുന്നു, പ്രത്യേകിച്ചും ഈ 2 രാജ്യങ്ങളിലും COVID-19 സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇന്ത്യയിൽ 2 മരണമുണ്ടായിരുന്നു. UAE-യിലും ഒട്ടനവധി റിപ്പോർട്ടുകൾ ഉണ്ടായ സാഹചര്യത്തിലാണ് എല്ലാ രാജ്യക്കാരുടെയും ആരോഗ്യ സംരക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കരുതി ഇത്തരമൊരു കടുത്ത നടപടി സ്വീകരിക്കേണ്ടി വന്നത് എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത്. മറ്റു ലോകരാജ്യങ്ങളോടൊപ്പം UAE-യും കൈകോർക്കുന്നതിൻ്റെ ഭാഗമായാണ് തീരുമാനമെന്നും നിലവിലെ സാഹചര്യത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷപ്പെടുത്തുക, അതാണ് അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. സാംസ്കാരിക കേന്ദ്രങ്ങളും ഷെയ്ഖ് സായിദ് പള്ളിയും അടക്കം COVID-19 സുരക്ഷാ മുൻകരുതലുകൾ എന്ന രീതിയിൽ തലസ്ഥാന നഗരിയിലേക്കുള്ള പ്രധാനപ്പെട്ട കവാടം ഉൾപ്പെടെ അടച്ചിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ 15-ാം തീയതി ഞായറാഴ്ച 15-ാം തീയതി മുതൽ ഇത്തരം സ്ഥലങ്ങൾ അടയ്ക്കും. ഷെയ്ഖ് പള്ളി ഉൾപ്പെടെ അടയ്ക്കും എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതോടുകൂടി താൽക്കാലികമായി വിസ നടപടികൾ നിർത്തിവച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.